അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനൊരു ക്രീം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് അടിപൊളി ക്രീമാണ് കേട്ടോ. എലമെൻസിൻ്റെ ക്രീമാണ്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രോഡക്റ്റ് എലമെൻസിൻ്റെ പ്രോഡക്റ്റുകളാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കുറച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടെന്ന്. അപ്പോൾ അതൊന്ന് ഞാൻ ഒരുപാട് പേർക്ക് ക്രീമുകൾ കൊടുത്തപ്പോൾ അവരൊക്കെ നല്ല റിസൾട്ട് പറഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ഞാനും ഉപയോഗിച്ച് നോക്കട്ടെ എന്നുള്ളത്. അങ്ങനെ ഞാനെടുത്ത് അതിനൊരു ക്രീം എടുത്തിട്ട് ഉപയോഗിച്ച് നോക്കിയതാട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരാഴ്ചയാകുമ്പോഴേക്കും നമ്മുടെ മുഖത്തിൽ നല്ല മാറ്റങ്ങളുണ്ട്. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇത്രയും നല്ലൊരു ക്രീം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അത്രയും നല്ല ക്രീമാണ്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടി അതൊന്ന് കാണിച്ചു തരാം, പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ തന്നെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരുപാട് പേര് റിവ്യൂ ഇട്ടിട്ടുണ്ട് ഈ ഒരു ക്രീമിനെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു നോക്കി നോക്ക് കേട്ടോ. ഈ ക്രീമിനെ കുറിച്ചിട്ട് ഫുള്ളായിട്ട് ഓരോരുത്തരും റിവ്യൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ക്രീം. 374 രൂപയാണ് ഈ ക്രീമിൻ്റെ ഒരു വില വരുന്നത്. അപ്പോൾ വില നോക്കിയിട്ടൊന്നും ആരും നോക്കണ്ട. നമുക്കൊരു ക്രീം ക്രീമിൻ്റെ ഒരു ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ മേടിച്ചാൽ തന്നെ നമുക്കൊരു 3 മാസം 4 മാസത്തോളം ഉപയോഗിക്കാനുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരു എയറോ ചില ക്രീമുകളിലൊക്കെ എയറാവും കൂടുതൽ, കുറച്ച് ക്രീമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൽ ഫുള്ള് ക്രീം തന്നെ കേട്ടോ. അത് കാരണം നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ മുഖത്തൊന്നും തേച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്ന് തലയിലൊരു ഷാൾ എടുത്ത് കെട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാൻ പറയണത് ശരിക്കും ക്ലിയർ ആവണില്ല, അതുകൊണ്ടാട്ടോ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ മുഖത്തത്തെ എൻ്റെ കണ്ണിൻ്റെ ഇടയിലുള്ള കറുപ്പ് കളറും താടിയും ഉണ്ടായിരുന്നു, മൂക്കും ഉണ്ടായിരുന്നു, അതൊക്കെ എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി വന്നിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തന്നത്. ഇപ്പോൾ ഞാൻ ആ ക്രീം ഒന്ന് തേച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ക്രീം തേച്ചിട്ടുള്ള മുഖം അതിന് മുന്നേ ഉള്ള മുഖം, ഇപ്പോൾ മുന്നുള്ള മുഖമാണ് ഞാൻ കാണിച്ചു തന്നത്. കുളി കഴിഞ്ഞിട്ട് ഒന്നും തേച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഇതാ ക്രീം തേച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കണ്ട ആ ഒരു ഫേസും ഈ ഒരു ഫേസും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ക്ലിയറായി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു പൗഡർ പോലും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. വേറെ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. ഈ ക്രീമിൽ തന്നെ സൺസ്ക്രീമും കൂടി വരുന്നുണ്ട് കേട്ടോ. അത് കാരണം നമുക്ക് വേറെ സൺസ്ക്രീമൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. സൗണ്ട് പോകണം. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അടിപൊളി ക്രീമാണ്, വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ക്രീമൊക്കെ തേച്ച് ഞാനൊരു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി. ഡ്രസ്സൊക്കെ മാറണം. ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ പെട്ടെന്ന് തന്നെ, പിന്നെ ഇറങ്ങണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, തിരക്കായിപ്പോയി. അപ്പോൾ അലിഫ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടികളുടെ ഒരു സ്കൂളുണ്ട് ഇവിടെ, അവിടെ കുട്ടികളുടെ പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ മക്കളൊന്നും ഇവിടെ പഠിക്കണില്ല കേട്ടോ. ഞാൻ ഒരാളെ കൂട്ടിന് വന്നതാണ്. കൂടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അവളുടെ കൂടെ ഒന്ന് വന്നതാണ്. ആ കുട്ടിയുടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കാണാച്ചിട്ട് വന്നതാട്ടോ. അപ്പോൾ കുറച്ച് നേരം അവളെ കുട്ടിയുടെ പരിപാടി കഴിഞ്ഞ പ്രാവശ്യം തിരിച്ച് പോരാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടായിരുന്നു ആ മോളുടെ പരിപാടി ഉണ്ടായിരുന്നു വെച്ചിട്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ പരിപാടിയല്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോയത് എന്തായാലും എന്താ പറയുക, വെറുതെ ആയില്ല തോന്നി. അപ്പോൾ അതാ ഞാൻ വീഡിയോ പിടിക്കുന്ന ഇതിൽ അങ്ങനെ എന്താ പറയുക, ബിരിയാണി ചോറ് വിളമ്പുമ്പോൾ പറയാൻ വിട്ടുപോയി. അപ്പത്തിന് ആ ഒരു തോനെ വിളമ്പിക്കൊണ്ടേ ഇരിക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കുട്ടികളുടെ പരിപാടി ഈ ഒരു ഇതിലാണ് ആ കുട്ടിയുടെ ഡാൻസ് കേട്ടോ. ആക്കില മറിയം എന്ന് പറഞ്ഞ കുട്ടിയുടെ ഡാൻസ് ഇതിലാണ്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു, ഫോട്ടോ എടുത്തു. കുറേ പേരെന്നെ കണ്ടു കേട്ടോ. കുറേ സബ്സ്ക്രൈബർമാരെന്നെ കണ്ടു, ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഭയങ്കര സന്തോഷമായി. നമ്മളതിനെ കണ്ട് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ കുട്ടികളുടെ പരിപാടിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരു 3 മണി 3:30 ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തുമ്പോൾ. ഇവിടെ ആച്ചൂട്ടനൊക്കെ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തൊട്ട വീട്ടിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വീട് പോലെ തന്നെ അല്ല, അപ്പുറം ഇപ്പുറം ആയാലും അവർ ശ്രദ്ധിക്കും കേട്ടോ. അവർ മക്കളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നോളും. കുഞ്ഞും വരും ഉച്ചയ്ക്ക്, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ കുട്ടികളുടെ കളിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ കരിമ്പിൻ ജ്യൂസ് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയിട്ട് അവിടെ നല്ലൊരു മരത്തിൻ്റെ ചോട്ടിലായിരുന്നു. നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. കരുതക്കാട് വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ വിശേഷങ്ങൾ. ഇത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാട്ടോ. ഒരു വെള്ളക്കടല എങ്ങനെയാണ് ഞാൻ കറി വയ്ക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കടല ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് തക്കാളി സവോളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. വാടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ടൊന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കടലക്കറി, വെള്ളക്കടല. എല്ലാ കടലക്കറിയും ഇങ്ങനെ തന്നെ വെക്കാറ്. പക്ഷേ ഇതിൽ ഞാനൊരു സംഭവം ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ നിങ്ങളും കൂടി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ ഞാനിത് ആ പൊടികൾ ചേർക്കുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ, ചിക്കൻ ക്യൂബ്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ചിക്കൻ്റെ ക്യൂബ് ഇട്ട് നോക്കി കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കടലക്കറിക്ക്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ചിക്കൻ ക്യൂബ് ഇടുമ്പോൾ നിങ്ങൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഉപ്പ് മസാലയിൽ കടലയിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ മസാലയിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും കേട്ടോ. ഇനി ഇതാ നന്നായിട്ട് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടല വേവിച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് ഒന്ന് അരയ്ക്കണം. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി കുറുകി സെറ്റായിട്ട് വരും. നമ്മൾ തേങ്ങ അരച്ച ഒരു ഫീലിൽ തന്നെ വരും കേട്ടോ ഈ കടല കുറച്ചെടുത്തിട്ട് അരയ്ക്കുമ്പോൾ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും അറിയണത് തന്നെയാവും കടല അരച്ചിട്ട് ചേർക്കണത്. അപ്പം ഞാനും അങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ്. നമുക്ക് എന്തായാലും കുറച്ച് കടല എടുത്തിട്ട് അരയ്ക്കാം. അപ്പം ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ എടുത്ത സാധനങ്ങൾ മൊത്തം അവിടെ പരത്തി വെച്ചിട്ട് നമ്മുടെ ട്രൈപോഡ് നാശമായി. അതിനെന്തോ കംപ്ലൈൻ്റ് ആയി, ഫോൺ അതും ഇരിക്കുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, വീഡിയോ ഇടാനും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒന്നും വരാത്തത്. ഇനി അത് സംഭവമൊക്കെ ശരിയാക്കിയിട്ട് വേണം സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.